കണ്ട് നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കാം. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇലക്ഷൻ ഘട്ടത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെല്ലാം ഞങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കി തുടർ നിലപാടുകൾ ഞങ്ങൾ ചെയ്യുന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചിരിക്കുന്നു. നേമത്ത് 2021 പൂട്ടിച്ച അക്കൗണ്ട് BJP വീണ്ടും തുറന്നിരിക്കുന്നു. രാജഗോപാലായതുകൊണ്ടാണ് നേമത്ത് ജയിച്ചത് എന്ന വാദം ഇനി നിൽക്കില്ല. രാജീവ് ചന്ദ്രശേഖർ പണിയെടുത്ത് അവിടെ ജയിപ്പിച്ചിരിക്കുന്നു. 2 സീറ്റ് ഒരിക്കൽ ഒന്നുണ്ടായിരുന്നത് ഇതിപ്പോൾ ഒരു ടേം കഴിഞ്ഞപ്പോഴത്തേക്കും 2 ആക്കി മാറ്റി അവർ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് കാണുക. 2 സീറ്റിൽ BJP വിജയിച്ചിരിക്കുന്നു. NDAക്ക് 2 സീറ്റ് കേരളത്തിൽ ആദ്യമായി 2 സീറ്റ് ഒന്നിലധികം സീറ്റിലേക്ക് NDA വരുന്നു എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുന്നു. അന്ന് മുതൽ BJP മത്സരിക്കാൻ ഞങ്ങളെല്ലാവരും പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടി പറഞ്ഞത് BJPക്ക് ഇവിടെ ഒരു സീറ്റും കിട്ടില്ല, കൂട്ടും താങ്ങോലും അവരെ കൈകാൺ. രാജീവ് ചന്ദ്രശേഖറാണ് വിജയത്തിന് ശേഷം സംസാരിക്കുന്നത്. ഒരു സീറ്റിൽ വിജയിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചാത്തന്നൂരിൽ എന്തുണ്ടായി എന്നറിയണം. കൊല്ലത്ത് ചാത്തന്നൂർ കൂടിയുണ്ട് NDAക്ക് പ്രതീക്ഷയുള്ള മണ്ഡലം. അതുപോലെ ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുന്ന മറ്റു ചില മണ്ഡലങ്ങളുണ്ട്. കൊട്ടാരക്കരയിൽ ലീഡ് ഉയർത്തിയിരിക്കുകയാണ് LDF. KN ബാലഗോപാൽ അവിടെ വിജയത്തിലേക്ക് നീങ്ങുകയാണോ എന്നറിയണം. കോന്നിയിൽ ഫോട്ടോ ഫിനിഷ് എന്താവും അറിയണം. മണലൂരിലും ഗുരുവായൂരിലും എന്തുണ്ടാവുന്നു എന്നറിയണം. ഈ മണ്ഡലങ്ങളിലെ റിപ്പോർട്ടർമാർ ഉടൻ ആവശ്യമുണ്ട്. മണലൂരിൽ, ഗുരുവായൂരിൽ, കോന്നിയിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയണം. ചാത്തന്നൂരിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയണം. 3800 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ നേമത്ത് ജയിച്ചിട്ടുള്ളത്. യെസ്, ഓക്കെ. ചാത്തന്നൂരിൽ വിജയം പ്രഖ്യാപിച്ചിരിക്കുന്നു. ചാത്തന്നൂരിലും നേമത്തും NDA സീറ്റ് തുറന്നിരിക്കുന്നു, അക്കൗണ്ട് തുറന്നിരിക്കുന്നു. നടരാജ് പരശുറാം ചേരുന്നു. നടരാജ്, മണലൂരും ഗുരുവായൂരും എന്തായി? 69 വോട്ടുകൾക്ക് LDF മുന്നിലാണ്. 69 വോട്ടുകൾക്കാണ്. ചില പോസ്റ്റൽ വോട്ടുകൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്പോൾ വന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇത്. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തും ഒരുമനിയൂർ പഞ്ചായത്തുമാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏങ്ങണ്ടിയൂർ LDF ഭരിക്കുന്നതും ഒരുമനിയൂർ UDF ഭരിക്കുന്ന പഞ്ചായത്തുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫലം എന്താകുമെന്നുള്ളത് പ്രവചനാതീതമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഒരു പഞ്ചായത്താകെ ഒരു സീറ്റിന്റെ ഫലത്തിലാണ് LDF മുന്നിലുള്ളതെന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ളപ്പോൾ ആർക്ക് അനുകൂലമായാണ് ഫലം പോവുക എന്ന് പറയാൻ കഴിയില്ല. അതേസമയം മണലൂരിൽ നേരത്തെ പറഞ്ഞ പ്രകാരം LDFനുള്ള ലീഡ് ഇപ്പോഴും തുടരുകയാണ്. പുതിയ വിവരം LDFന്റെയോ മറ്റോ മണലൂരിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴും അവസാന 12 ബൂത്തുകളിലെ വോട്ടെണ്ണൽ തുടരുകയാണ്. യെസ്, മണലൂരിലും ഗുരുവായൂരിലും ഇപ്പോൾ ഓരോ നിമിഷവും നിർണായകമാണ്. ലിജോ റോളൻസ് കൂടി ചേരുന്നു. ലിജോ, ഇനി വിജയം പ്രഖ്യാപിക്കാൻ എവിടെയാണുള്ളത്? കൊട്ടാരക്കരയിൽ എന്തായി? ഇനിയിപ്പോൾ ഏറ്റവും ആകാംക്ഷയുള്ളത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര തന്നെയാണ്. 15ൽ 12 റൗണ്ട് പൂർത്തിയായിരിക്കുമ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ 2153 വോട്ടിന് ലീഡ് ചെയ്യുകയാണ്. ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് വെളിയം പഞ്ചായത്താണ്. വെളിയം പഞ്ചായത്ത് LDF ഭരിക്കുന്ന LDFന് വലിയ മേൽക്കൈയുള്ള ഒരു പഞ്ചായത്താണ്. കരിപ്പുറ വെളിയം എണ്ണിക്കഴിയുന്ന സമയത്ത് ഏകദേശം 5000-നടുത്ത് ഭൂരിപക്ഷമായിരുന്നു പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അതിന് ഒരു മാറ്റം വന്നിരിക്കുന്നു. ഒപ്പത്തിനൊപ്പമുള്ള ഒരു മത്സരം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഒരു 2153 ഒരു ഭൂരിപക്ഷം നേടിയെടുക്കാനായിട്ട് കഴിയുകയും ചെയ്തിട്ടുണ്ട്. 13ാം റൗണ്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഏകദേശം ഒരു 1.5 റൗണ്ട്, അതായത് ഒരു റൗണ്ട് ഫുള്ളും പിന്നെ ഉള്ളത് 8 ബൂത്തുകളും കൂടെയാണ് എണ്ണിത്തീരാനുള്ളത്. അത് ഉമ്മന്നൂർ പഞ്ചായത്തിലാണ് വരുന്നത്. UDFന് വലിയ മേൽക്കൈയുള്ള ഒരു പഞ്ചായത്താണ്. UDF വലിയ രീതിയിൽ ഒരു ഭൂരിപക്ഷം 2000-ന് മുകളിൽ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ്. ഇപ്പോൾ അതായത് 13 റൗണ്ട് എണ്ണിക്കഴിഞ്ഞിരിക്കുമ്പോൾ ലഭിച്ചിരിക്കുന്ന കണക്കെന്ന് പറയുന്നത് 2677 വോട്ടിന് KN ബാലഗോപാൽ മുന്നിട്ട് നിൽക്കുകയാണ്. ഇനി ഒരു മുഴുവനായിട്ടുള്ള ഒരു റൗണ്ട് പിന്നെ 8 ബൂത്തുകൾ കൂടെയാണ്. അങ്ങനെ വരുന്ന സമയത്ത് 22 ബൂത്തുകളാണ് ഇനി എണ്ണാനായിട്ടുള്ളത്. അത് ഉമ്മന്നൂർ പഞ്ചായത്തിലാണ്. ഈ ഭൂരിപക്ഷത്തെ മറികടക്കുമോ ഇല്ലേ എന്നുള്ളത് അവസാന ബൂത്ത് വരെ എണ്ണിക്കഴിഞ്ഞാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ.